ഇൻക്രീസ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, അതായത് ആളുകളുമായി ബന്ധം വർദ്ധിപ്പിക്കുന്നത് വഴി നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളുകളുമായിട്ടുള്ള ഒരു സാമീപ്യം നമ്മളെ തീർച്ചയായിട്ടും പോസിറ്റീവ് ചിന്താഗതിക്ക് ഉടമയാക്കി മാറ്റും. നമ്മൾ കേട്ടിട്ടില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. അതായത് നല്ല നല്ല ആളുകളുമായിട്ടുള്ള റിലേഷൻ മൂലം നമ്മുടെ ചിന്താഗതികളിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായി വരും. ഉദാഹരണമായി നമുക്ക് പല ആളുകളുടെയും ജീവിത അനുഭവങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ തന്നെ ഈ ആശയത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം തന്നെ നമുക്ക് പരിശോധിക്കാം. ബാല്യകാലത്ത് കൃഷിക്കാരൻ്റെ മകനായ കലാമിന് വലിയ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. സ്കൂളിലും നാട്ടിലും നല്ല പോസിറ്റീവ് ചിന്താഗതിക്കാരായിട്ടുള്ള അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പോസിറ്റീവ് പിന്തുണ മൂലം അദ്ദേഹത്തെ ഭാവിയിലെ വലിയ ശാസ്ത്രജ്ഞനാക്കി മാറ്റി. അദ്ദേഹം പറയുകയുണ്ടായി, ഒരു നല്ല ഗുരു എൻ്റെ ദിശ മാറ്റി എന്ന്. അതായത് ശരിയായ പോസിറ്റീവ് ആളുകൾ ചെറുപ്പത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റും എന്നുള്ള കാര്യം. വിശ്വവിഖ്യാതമായ ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതം ഇതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തൻ്റെ അമ്മയുടെ പോസിറ്റീവ് ചിന്താഗതി വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദാരിദ്ര്യവും പ്രതിസന്ധികളും മറികടക്കാൻ മാതാവിൻ്റെ പ്രോത്സാഹനം അദ്ദേഹത്തിന് എന്നും ഒരു ശക്തിയായിരുന്നു. യു ആർ ദ ബെസ്റ്റ്, കീപ് ഗോയിങ് എന്ന് ഓരോ പരാജയത്തിലും അദ്ദേഹത്തിൻ്റെ അമ്മ അവരോട് പറയുമായിരുന്നു. പാകിസ്ഥാനിലെ മത തീവ്രവാദികളുടെ ഭീഷണികളും അധിനിവേശത്തോടുള്ള എതിർപ്പും കൊണ്ട് വളരെയധികം പ്രതിസന്ധികൾ നേരിട്ട ഒരു വ്യക്തിയായിരുന്നു മലാല യൂസഫ്സായി. വളരെ ചെറുപ്പത്തിൽ തന്നെ മത തീവ്രവാദികൾ അവരെ വകവരുത്താൻ ശ്രമിക്കുകയും അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ച് വരികയും സ്ത്രീകളുടെ ഉന്നമനത്തിനായി വളരെയധികം പ്രവർത്തിക്കുകയും ചെയ്ത അവരെ തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നൊബേൽ സമ്മാനത്തിന് അർഹയാക്കി. ഇവരുടെ ഈ മുന്നോട്ടുള്ള പാതയിൽ തൻ്റെ അച്ഛൻ്റെ ചെറുപ്പം മുതലുള്ള പിന്തുണ, മോട്ടിവേഷൻ അവർക്ക് ഒരു സഹായമായിരുന്നു. വിശ്വവിഖ്യാത ക്രിക്കറ്റർ സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ അച്ഛൻ്റെ പോസിറ്റീവ് മനോഭാവത്തിൻ്റെ ഫലമായി ബിൽഡ് ചെയ്തെടുത്തതാണ് സച്ചിൻ എന്ന പ്രതിഭയെ. ചെറുപ്പത്തിൽ അദ്ദേഹം പഠനത്തിൽ പരാജയപ്പെട്ടപ്പോൾ അച്ഛൻ പറഞ്ഞത്, നിന്റെ കഴിവ് പഠനത്തിലല്ലെങ്കിൽ കളിയിൽ തെളിയിക്കാമല്ലോ എന്നായിരുന്നു. ഈ സ്നേഹവും പിന്തുണയും അദ്ദേഹത്തെ ക്രിക്കറ്റിന്റെ ദൈവമാക്കി മാറ്റി. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ ഗുരുവായ അരിസ്റ്റോട്ടിലിന്റെ ശിക്ഷണം ആയിരുന്നു. ബാല്യകാലത്ത് അലക്സാണ്ടർ ഒരിടത്തും ഗംഭീരനായിരുന്നില്ല. പക്ഷേ അരിസ്റ്റോട്ടിൽ എന്ന മഹാനായ അധ്യാപകന്റെ പോസിറ്റീവ് മാർഗനിർദ്ദേശം അദ്ദേഹത്തെ ലോകം കീഴടക്കാൻ പ്രേരിപ്പിച്ചു. ശരിയായ ഉപദേശകരെ ലഭിച്ചാൽ സാധാരണ ആളുകൾക്ക് അസാധാരണ നേട്ടങ്ങൾ കൈവരിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും മകുടോദാഹരണമാണ് ഈ കഥകളെല്ലാം. ജന്മന അന്ധയും ബധിരയുമായ ഹെലൻ കെല്ലറെ ആനി സുള്ളിവാൻ എന്ന അധ്യാപികയുടെ പ്രോത്സാഹനമാണ് ലോകപ്രശസ്ത എഴുത്തുകാരിയാക്കി മാറ്റിയത്. ഒരാളുടെ വിശ്വാസവും പ്രോത്സാഹനവും മറ്റൊരു വ്യക്തിയുടെ ജീവിതം തികച്ചും മാറ്റിമറിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹെലൻ കെല്ലറുടെ ജീവിതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഓപ്ര വിൻഫ്രെ പോലുള്ളവരുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. തൻ്റെ പിതാവിൻ്റെ സപ്പോർട്ടും മോട്ടിവേഷനും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചെറുപ്പകാലത്ത് നേരിട്ട ജീവിത പരാജയങ്ങളിലൂടെ അവരുടെ ജീവിതം ഒരു പരാജയമായി മാറിയതിന്. നെൽസൺ മണ്ടേലയെ പോലെ കറുത്ത വർഗ്ഗക്കായി പോരാടിയ, പിന്നീട് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി മാറിയ അദ്ദേഹത്തിന്റെ ജീവിതവും കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ലഭിച്ച ചില കൂട്ടുകെട്ടുകളിൽ നിന്നാണ് അദ്ദേഹത്തെ പിന്നീട് ജയിൽ മോചിതനായ ശേഷം ദക്ഷിണാഫ്രിക്കയെ വിമോചിതമാക്കാനും അതിനുശേഷം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിച്ചത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന പാഠം പോസിറ്റീവ് സൗഹൃദവും ആത്മവിശ്വാസവും ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള ചവിട്ടുപടികളായി മാറും എന്നുള്ളതാണ്. പോസിറ്റീവ് ആളുകളുമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ ഊർജം നമ്മളിൽ പ്രതിഫലിക്കും. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അതിലൂടെ നമ്മളിൽ തൃപ്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കും. ജീവിതത്തിൽ പോസിറ്റീവ് ബന്ധങ്ങൾ വളർത്തുക, അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിനും വളർച്ചയ്ക്കും സഹായകമാണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനം ഇതുപോലുള്ള പോസിറ്റീവ് ചിന്താഗതികൾ കൊണ്ട് നമുക്ക് നേടുവാൻ സാധിക്കും.